ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ്സ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ. സ്നോബക്സ് കെനലിലാണ് വന്നിരിക്കുന്നത്. അതായത് ഹസ്കി ബ്രീഡിനെ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഹസ്കീസ് വന്നിട്ടുണ്ട്, അതുപോലെ പപ്പീസ് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്നോബർഗ് കെനലിന്റെ ഓണറായ ഗോപിക ചേച്ചിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ചേച്ചി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതെന്ന് പറയോ? എന്റെ പേര് ഗോപിക എന്നാണ്. ബേസിക് പ്ലേസ് വന്നിട്ട് നെയ്യാറ്റിൻകരയാണ്, ഹസ്ബൻഡിന്റെ പ്ലേസ് ആണ്. പിന്നെ വന്നിട്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഡോഗ്സിനെയൊക്കെ വളർത്താനായിട്ട് എങ്ങനെയാണ് ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ? കുഞ്ഞുനാളില് ഡോഗിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴ് എന്റെ വീട്ടിലൊരു കുഞ്ഞു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ആ പഠിത്തമൊക്കെ ആയിട്ട് പോയപ്പോഴത്തേക്കും അതങ്ങ് ബ്രേക്ക് ആയി. പിന്നെ ഇപ്പൊ ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളൂടെ ആയപ്പോഴത്തേക്ക് അതിലോട്ട് വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യമേ ചേച്ചി വളർത്തിയ ഏത് ബ്രീഡായിരുന്നു? നോർമൽ ആണ് എന്റെ വീട്ടില്, അതായത് എന്റെ കുട്ടിക്കാലം ആ ഒരു സമയത്ത്. അത് ഏത് ബ്രീഡായിരുന്നു? നമ്മുടെ നോർമൽ ആയിട്ടുള്ള. ഓക്കെ, നാടൻ അല്ലെ? നാടനായിരുന്നല്ലേ വളർത്തിയത്? ഓക്കെ, അത് കുഴപ്പമില്ല. നാടനാണെങ്കിൽ നാടൻ ഭയങ്കര ഒബീഡിയന്റ് ആണ്, പറയുന്ന കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ആ ഒരു കുഞ്ഞ് ചൈൽഡ്ഹുഡിൽ എന്ന് പറഞ്ഞിട്ട് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളവരെ അഡോപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. ആ ഒരു സമയത്ത് കിട്ടിയ ആ ഒരാളെ നമ്മൾ വളർത്തി അതിനോടുള്ള ഒരു സ്നേഹവും അത് നമ്മുടെ തിരിച്ചു കാണിക്കുന്ന സ്നേഹം, അതെ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോയി എന്ന് മാത്രം. അതെ, ഇപ്പൊ ഡോഗ് ഇപ്പൊ ബ്രീഡ് എന്നല്ല, ഏത് ഡോഗ് ആയാലും നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതെ അവർ ജീവിതകാലം മുഴുവൻ ആ ഒരു സ്നേഹം നമ്മളോട് കാണും. ചേച്ചി, പിന്നെ ഇവരെ എവിടുന്നാണ് കൊണ്ടുവന്നത്? എവിടുന്നാണ് നമ്മൾ കൊണ്ടുവന്നത്? വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇപ്പൊ ഏകദേശം എത്ര വയസ്സുണ്ട്? 2 years ആയി. ഓക്കെ, അപ്പൊ ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഏകദേശം എത്ര എമൗണ്ട് ആയി? അറൗണ്ട് ഒരു 2 lakhs ആയി, ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവർക്ക് ഏകദേശം 2 lakhs ആയി. പിന്നെ ഇവർ രണ്ടുപേരും സർട്ടിഫൈഡ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവരെ കൊണ്ടുവന്നത് അഡൽട്ട് സ്റ്റേജിലാണോ അതോ പപ്പി സ്റ്റേജിലാണോ? അഡൽട്ട് സ്റ്റേജിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അഡൽട്ട് ആയിട്ട് ഇപ്പൊ ഈ ഒരു കൊണ്ടുവന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? ഇല്ല, അവര് പ്രൈമറി അവരുടെ ട്രെയിനിങ് വന്നിട്ട് പക്ക ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞങ്ങളുമായിട്ട് ഒരു കുഴപ്പമില്ല, ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. നല്ല ഫ്രണ്ട്ലി ആണ്. അതെ, ഇപ്പൊ ഞാനിപ്പോ അടുത്ത് നിൽക്കുന്നെങ്കിലും ഇവർക്ക് യാതൊരു കുരുത്തക്കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല ഒബീഡിയന്റ് ആയിട്ടാണ് ഇവർ ഇരിക്കുന്നത്. അത് ആ ഒരു ബേസിക് ട്രെയിനിങ് പ്രോപ്പർ ആയതുകൊണ്ടാണ്. തീർച്ചയായും. അപ്പൊ ചേച്ചി, മെയിൻലി നമ്മുടെ ഈ ഒരു സ്നോബർഗ് കെനലില് ഈ 2 ഹസ്കീസ് ആണോ ഉള്ളത്? അതോ ടോട്ടൽ എത്ര പേരുണ്ട്? ടോട്ടൽ ഹസ്കീസ് വന്നിട്ട് 6 പേരുണ്ട്. ഓക്കെ, അതിൽ വന്നിട്ട് 2 മെയിലും 4 ഫീമെയിലും ഉണ്ട്. ഓക്കെ, അപ്പം ഇവരുടെ പേര് എങ്ങനെയൊക്കെയാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പേരെന്താ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ട് ലിയോ. ഇയാളുടെ പേര് അർജുൻ. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് ലിയോനെയും അർജുനെയാണ് കേട്ടോ കാണുന്നത്. ഇവര് രണ്ടുപേരും മെയിൽസ് ആണ്. ചേച്ചി, ഇപ്പൊ ആദ്യമേ എന്തുകൊണ്ട് ഹസ്കിനെ ചൂസ് ചെയ്തത്? വേറെ ബ്രീഡിനെ ചൂസ് ചെയ്യാത്ത എന്തായിരുന്നു? ഹസ്കിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാണാനുള്ള ഒരു ക്യൂട്ട് ലുക്ക്. പിന്നെ ഐസ് ഹസ്കി, ഓരോ ഹസ്കി വരുമ്പോഴത്തേക്ക് അവരുടെ ഐസ് പ്രത്യേക ഭംഗിയായിരിക്കും. ഓരോ ബ്രീഡ് എടുക്കുമ്പോഴും അവരുടെ ഐസ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതെ, അപ്പൊ ഇവരുടെ ഐസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ്. ചേച്ചി, അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിട്ടേ ഇവർക്ക് എന്താണ് ഫുഡ് കാര്യങ്ങൾ, എങ്ങനെയാണ്, എത്ര നേരമാണെന്നൊക്കെ ഒന്ന് പറയൂ ഡീറ്റെയിൽ ആയിട്ട്. മോർണിംഗിൽ വന്നിട്ട് ഡ്രൈ ഫുഡ് കൊടുക്കാം. ഡ്രൈ ഫുഡ്. ഓക്കെ, പിന്നെ വന്നിട്ട് ഈവനിംഗിൽ വന്നിട്ട് ചിക്കൻ റൈസ് ആണ് കൊടുക്കുന്നത് വിത്ത് വെജിറ്റബിൾസ്. പംകിൻ, ക്യാരറ്റ്, അങ്ങനെ കട്ട് വെജിറ്റബിൾസ് കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇടവിട്ടിട്ട് ഇപ്പൊ നല്ല ചൂടാണല്ലോ, തണുത്ത കേർഡ്, അധികം പുളിപ്പില്ലാത്ത തൈര് കൊടുക്കാം. അത് അവരുടെ ഡൈജഷൻ നല്ലതാണ്. ഓക്കെ ചേച്ചി, പിന്നെ ഇപ്പം ഇവർക്ക് ഇത്രയും ഹെയർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ജട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമുക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് വ്യൂവേഴ്സിന് പറയും. അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെയാണ്. ഡെയിലി നമ്മൾ ഫുഡ് കൊടുത്തത് കൊണ്ടായില്ല, അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കൂടെ തന്നെ ഗ്രൂം ചെയ്യണം. ഡെയിലി ഷെഡ് ഔട്ട് ആയിട്ടുള്ള ഹെയർസ് കാണും, അത് അത്രയും കോംബ് ചെയ്യുക, അത്രയും റിമൂവ് ചെയ്യുക. പിന്നെ ചില സമയത്ത് വന്നിട്ട് എന്തെങ്കിലും ബൈ ചാൻസ് എവിടെയെങ്കിലും ഒരു ജട പോലെ എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ അവരെ വേദനിക്കുന്ന രീതിക്ക് ആക്കാതെ അതിന് ജസ്റ്റ് ആ ഒരു സൈറ്റ് മാത്രം കട്ട് ചെയ്ത് കളയുക, അതായിരിക്കും ബെറ്റർ. പിന്നെ വന്നിട്ട് അവർക്ക് വന്നിട്ട് ഷൈനിങ്ങിന് വന്നിട്ട് നമ്മൾ മൈബ്യൂ
കൊടുക്കുന്നുണ്ട്. fish oil, സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഡെയിലി കൊടുക്കുമോ അതോ? ഡെയിലി കൊടുക്കും. അതൊരു അതായത് വെയിറ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വന്നിട്ട് ഇപ്പോ ജട കെട്ടി നോക്കാതിരുന്ന് ജട കെട്ടി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സീറോ ഡ്രിം ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഹെയർ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ. ഈ പ്രൊട്ടക്ഷൻ അങ്ങനെയാണ്. അതായത് അത് ഇല്ലെങ്കിലും പ്രശ്നമാണ്. അത് വന്നിട്ട് അവർക്ക് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പാടായിരിക്കും. അവർക്ക് ബോഡിക്ക് അത് അവര് പെട്ടെന്ന് ഹീറ്റ് ഷോക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ജട കെട്ടിന്ന് വിചാരിച്ച് നിങ്ങൾ ഇവരെ സീറോ ട്രിം ചെയ്യരുത്. ചേച്ചി പിന്നെ ഈ ഒരു ഹസ്കി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് അഗ്രഷൻ ഉള്ള ബ്രീഡാണല്ലോ. അതായത് വേറെ ആൾക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ആനിമൽസിനെ കാണുമ്പോഴോ അവർ ചെറിയ രീതിയിലുള്ള ഒരു അഗ്രഷൻ കാണിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അത് നമ്മൾ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ ഇരിക്കും. കുഞ്ഞിലെ ഒരു സോഷ്യലൈസേഷൻ അവരുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അതായത് നമ്മൾ വീട്ടിൽ വളർത്തുമ്പോഴത്തേക്ക് ഒരാളുമായിട്ട് മിങ്കിൾ ചെയ്യിക്കാതെ ഫാമിലിയിലുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യിക്കുക. പിന്നെ പുറത്തുനിന്ന് ആളുകൾ വരുമ്പോഴത്തേക്കും പുറത്തുള്ളവർ വരുമല്ലോ, വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരുമായിട്ട് ഡോഗിനെ ഇന്ററാക്ട് ചെയ്യാൻ വിടുമ്പോഴത്തേക്കും അവർ സോഷ്യലൈസ് ആവും. പിന്നെ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ വീട്ടിലെ മറ്റ് പെറ്റ് ആനിമൽസുമായിട്ട് അവർ സോഷ്യലൈസേഷൻ ആകുമ്പോഴത്തേക്കും അവർ ബെറ്റർ ആയിട്ട് ആ ഒരു അഗ്രസീവ് ബിഹേവിയർ അവരിൽ നിന്ന് മാറി കിട്ടും. അതെ ആ ഒരു അഗ്രസീവ് ബിഹേവിയർ മാറിയില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വേറെ ആനിമൽസിനെ കാണുമ്പോഴത്തേക്ക് അവർ അറ്റാക്കിങ്ങിന്റെ ആ ഒരു ടെൻഡൻസി വരും. അതെ. ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പപ്പീസിനെ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു പപ്പി സ്റ്റേജിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബേസിക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും. സോഷ്യലൈസേഷൻ അതാണ് അഗ്രസീവിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. നമ്മൾ സോഷ്യലൈസ് ചെയ്യിപ്പിക്കുക. അതെ. ചേച്ചി പിന്നെ ഈ ഒരു ഹസ്കീനെ കൊച്ചു പിള്ളേർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമോ? എങ്ങനെയാണ്? ഇപ്പൊ മോനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? പാടാണോ? ഇല്ല, ഒരു പാടുമില്ല. അവൻ തന്നെയാണ് മോനെ തന്നെയാണ് അവരുടെ ഗ്രൂമിംഗ് ടൈമിലൊക്കെ കൂടുതൽ നേരെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മോനുമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. മോനും അവരോട് അങ്ങനെ തന്നെയാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. രണ്ടു ഡോഗും വീട്ടിലുള്ള ഫീമെയിൽസ് ഇൻക്ലൂഡിങ് 6 പേര് ആയാലും അവര് വീട്ടിൽ ഞങ്ങൾ ഗ്രൂം ചെയ്യുകയും ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് മോനും കൂടെ കാണും. അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിരിക്കാം. അവരുമായിട്ട് ഞങ്ങളുടെ സൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മിങ്കിൾ ചെയ്ത് കളിക്കുക, ആ ഒരു ബഹളമൊക്കെ ആയിരിക്കും. അതായത് മോൻ ഇപ്പം ശരിക്കും ഒരു ഫ്രണ്ട്സിനെ പോലെ ആണ്. ഇപ്പൊ ഞാൻ ഫുഡ് കൊണ്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും മോനായിരിക്കും ചിലപ്പോ ഒരാളുടെ ഞങ്ങൾ വെക്കുമ്പോഴത്തേക്കും മറ്റൊരാളുടെ അവനെ ഏൽപ്പിച്ച് അവൻ കൊണ്ട് കൊടുക്കും. അവരത് ആ ഒരു ഒബീഡിയൻസ് ആയിട്ട് നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങൾ അവൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത്, വെള്ളം കൊടുക്കുന്നതും അതൊക്കെ. അതായത് ഒരാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കണം എന്നുള്ള ഒരു ഇത് അവർക്ക് അറിയാം. അപ്പോഴത്തേക്ക് ആ ഒരു വെള്ളം കൊടുക്കുകയും അതുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് പോകും. നമുക്കിപ്പോ കാണുമ്പോൾ തന്നെ അറിയാം, അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കാണുമ്പോൾ തന്നെ അറിയാം. അത് ഓരോരുത്തർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു എന്ന് മേ ബി ഞങ്ങളെക്കാളും ചിലപ്പോൾ അവൻ അറിയാൻ പറ്റും. അതെ. ഓക്കെ. ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ മോൻ ഈ ഒരു ഡോഗ്സ് ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലി, നല്ല അറ്റാച്ച് ഒക്കെ ആണല്ലോ. അപ്പൊ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരെ കുറിച്ച് ഓർക്കാറൊക്കെ ഉണ്ടോ? ഓർക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ് ആദ്യം ചെയ്യുന്നത്? ഓടിപ്പോയി ഡോഗിന്റെ അടുത്ത് പോകും, വെള്ളം കൊടുക്കും. പിന്നെ അവരുടെ കൂടെ കളിക്കുവോ? കളിക്കും. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആണല്ലോ, ഇപ്പൊ സമ്മർ വെക്കേഷൻ ആണ്. അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ കുറെ നേരം കളിക്കാനൊക്കെ പറ്റുമല്ലോ, അതുകൊണ്ട് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ഇവരുടെ കൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവരോട് കളിപ്പിക്കും, ഓട്ടി കളിപ്പിക്കും, എല്ലാം ചെയ്യും. ഓക്കെ മോനെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഹസ്കിയുടെ പപ്പീസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സർട്ടിഫൈഡ് കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ചേച്ചി ഇവര് ആരുടെ കുഞ്ഞുങ്ങളാണ്? ഇത് വന്നിട്ട് ഞങ്ങൾ ആദ്യം കാണിച്ചില്ലേ, കോപ്പർ ആൻഡ് വൈറ്റില് അർജുന്റെ ബേബീസ് ആണ്. അർജുന്റെ ബേബീസിനെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഫീമെയിലും ഒരു മെയിലും ആണ് ഉള്ളത്. ബ്ലൂ ഐസ് ആണ്, ബോത്ത് ബ്ലൂ ഐസ് ആണ് എല്ലാ പപ്പീസിന്റെ. അപ്പം എല്ലാ പപ്പീസിന്റെയും നല്ല ബ്ലൂ ഐസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോപ്പർ ആൻഡ് വൈറ്റിൽ വരുന്ന അർജുന്റെ കുട്ടികളാണിത്. അപ്പൊ ഈ ഒരു പപ്പീസിന്റെ ഒക്കെ റേറ്റ് ഏകദേശം എങ്ങനെ സ്റ്റാർട്ടിങ്? 25 എബോ ആണ് വരുന്നത്. പിന്നെ ക്വാളിറ്റി അനുസരിച്ച് 25 എബോ ഉള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് സ്റ്റാർട്ടിങ് തൊട്ട്. പക്ഷെ അവരുടെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരാറുണ്ട്. അതായത് അവരുടെ കളേഴ്സിന്റെ മദറിന്റെയും ഫാദറിന്റെയും കാണിച്ചിട്ട് അതിന്റെ ആ ഒരു ക്വാളിറ്റി ലെവലും അതുപോലെ തന്നെ മാർക്കിംഗ്, ബേബീസിന്റെ മാർക്കിംഗ്, കളർ ക്വാളിറ്റി, പിന്നെ ഓഡ് ഐസ് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. കസ്റ്റമേഴ്സിന് ചിലവർക്ക് ഓഡ് ഐ ആയിരിക്കും ഇഷ്ടം,
ചിലവർക്ക് ബോത്ത് ഐസ് ബ്ലൂ ആയിരിക്കണം ഇഷ്ടം. അങ്ങനെ ഇഷ്ടം. ഡിപ്പെൻസ്, പേഴ്സൺ ടു Depends പേഴ്സൺ ഡിപ്പെൻസ്. ഓക്കെ. അപ്പം ഈ പപ്പീസിന്റെ പ്രൈസ് നമുക്ക് ഒരിക്കലും ഫിക്സഡ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ 25 തൊട്ടുള്ള പപ്പീസ് ഉണ്ട്. മദേഴ്സിന്റെ ക്വാളിറ്റിയും കൂടെ അനുസരിച്ചാണ് പപ്പീസ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പപ്പീസിന്റെ കളറ്, ഐയുടെ കളറ്, പിന്നെ ഈ ഒരു ബോഡി കളറ്, അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രൈസ് വരുന്നത്. ബോൺ സൈസ്, അതുപോലെ തന്നെ ബോഡി സൈസ്, ബോൺ സൈസ്, അതെല്ലാം ഓരോ ഫാക്ടർ ആയിട്ടായിരിക്കും അതെ അതെ റേറ്റ് വരുന്നത്. അത് ഓരോ നീഡ് അനുസരിച്ചുള്ള ഒരു ഇതായിരിക്കും, ക്വാളിറ്റി അനുസരിച്ച്. പിന്നെ അതേപോലെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആണ് പപ്പീസിന്റെ ഫുഡിന്റെ കാര്യങ്ങൾ. അപ്പൊ ഫുഡിന്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണ്. ഫുഡ് വന്നിട്ട് ഫസ്റ്റ് 20 days വന്നിട്ട് മദേഴ്സ് മിൽക്ക് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ സ്റ്റാർട്ടർ ആയിട്ടുള്ള ഫുഡ് ആയിട്ടുള്ള റോയൽ കാനിന്റെ റൂൾസ് അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതെ അതായിരിക്കും കൊടുക്കുന്നത്. അത് കൂടുതൽ നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം എഗ്, ഹാഫ് ബോയിൽഡ് എഗ് കൂടെ ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് സപ്ലിമെന്റ്സ്, അവരുടെ വൈറ്റമിൻ സപ്ലിമെന്റ്സ്, നമ്മൾ ഞങ്ങളുടെ ഹ്യൂമൻസിന്റെ ബേബീസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് അതുപോലെ തന്നെയാണ് നമ്മൾ വൈറ്റമിൻസ് കൊടുക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ വീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്കും ഇതുപോലെ വൈറ്റമിൻസ് കൊടുത്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ കളർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിക്ക് വൈറ്റമിൻ സപ്ലിമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഫുഡിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ, അതായത് ഈ ഒരു പപ്പീസിന്റെ കാര്യങ്ങൾ, നമ്മൾ പപ്പീസ് നല്ല ക്വാളിറ്റി ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ ഒരു ഫുഡിന്റെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഡിവോം ചെയ്യണം. അത് ആ പീരിയോഡിക് ആയിട്ട് ടൈംലി ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതായത് ആ ഒരു ടൈം വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും വരും. ദഹനത്തിനായാലും പിന്നെ ഹെയറിന് ആയാലും വരാറുണ്ട്. പിന്നെ അതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആണ് ഈ ഒരു പപ്പീസിന്റെ ഡീവോമിങ്ങിന്റെ കേസ്. അപ്പൊ അതെങ്ങനെയാണ് ഡീവോമിംഗ് ഒക്കെ? ഡീവോമിംഗ് വന്നിട്ട് നമ്മൾ 15ാമത്തെ ദിവസം തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം 15 ദിവസം ഇടവിട്ടായിരിക്കും കൊടുക്കുന്നത്. ആദ്യത്തെ 3 മാസം 15 ദിവസം ഇടവിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മന്ത്ലി വൺസ്. അത് വെയിറ്റ് അനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു പപ്പീസിന്റെ ഡെലിവറി പാൻ ഇന്ത്യ അവൈലബിൾ ആണ്. അപ്പൊ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ എപ്പോഴും പപ്പീസിനെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പേരന്റിനെ കണ്ടിട്ട് മാത്രം പപ്പീസിനെ വാങ്ങിക്കുക. നമ്മളിപ്പോൾ വീഡിയോയിൽ ഓൾറെഡി പേരൻസിനെ കാണിച്ചിട്ടുണ്ട്, അതായത് ഫാദറിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പേരന്റിനെ കണ്ടിട്ട് മാത്രം വാങ്ങിക്കുക. പിന്നെ മദറിനെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മദറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനലിൽ കൂടുതൽ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് വരുന്നത്. അപ്പൊ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കെനലോ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റിൽ ഒരു നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ മതി.